കൂടുതലാണ്, നമുക്ക് കുറയ്ക്കണം. ഫയലുകളെല്ലാം തീർക്കുന്നതിന് വേണ്ടി ഒരു നടപടിയെടുക്കണം. ഞാൻ 2 നടപടികൾ നിങ്ങളുമായിട്ട് ആലോചിച്ചേ എടുക്കുന്നുള്ളൂ. എനിക്ക് അല്ലാതെ ഒറ്റയ്ക്ക്, ഞാൻ ഒരു മന്ത്രി ഒറ്റയ്ക്ക് എല്ലാ അത്ഭുതം കാണിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. അതൊക്കെ മിഥ്യാധാരണയാണ്. എനിക്കങ്ങനെ ഒരു മിഥ്യാധാരണ ഇല്ലാത്ത ആളാണ്. ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരെ കൂടി കണ്ടെയ്ൻ ചെയ്ത് പോകാൻ കഴിയുന്നതാണ് ഒരു ഉത്തമമായ ലീഡർഷിപ്പ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വേണമെന്നുവരെങ്കിൽ, ഒന്ന്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ വില്ലേജ് ഓഫീസർ മുതൽ അല്ലാത്ത ആളുകളെ എനിക്ക് താഴോട്ട് വിളിക്കാനായിട്ട് ഉള്ള സ്ഥല സൗകര്യത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് സാധ്യമാകുന്നില്ല. വില്ലേജ് ഓഫീസർ വരെയുള്ള ആളുകളെ ഓരോ ജില്ലയിലും അവരെ വിളിക്കാൻ, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, അവരുടെ വിഷമങ്ങൾ അറിയാൻ, ആ വിഷമത്തിന് നമ്മളെ കൊണ്ടുണ്ടാക്കാവുന്ന പരിഹാരമുണ്ടാക്കാൻ, അങ്ങനെ ജില്ലകളിൽ റവന്യൂ ജീവനക്കാരുമായി സംവാദത്തിന് വേണ്ടി എല്ലാ ജില്ലയിലും ഓരോ ദിവസം എന്നുള്ളത് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു നടപടിയാണ്. ആ നടപടിയുടെ ഭാഗമായി 2 ജില്ലകൾ ഞാൻ തീർത്തു കഴിഞ്ഞു. ഒന്ന് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു, അതിനു മുമ്പ് കോട്ടയം ജില്ലയിൽ, ഇനി ബാക്കിയുള്ള ജില്ലകളിൽ കൂടി നടത്തും. താഴെയുള്ള ആളുകളുമായി ഇൻട്രാക്ഷൻ വേണം. വഴിയെ നടന്നു പോകുന്ന സന്ദർഭത്തിലാണെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഒരു ജീവനക്കാരനാണെന്ന് എനിക്കും ബോധ്യപ്പെടണം. ഇത് ഞങ്ങളുടെ മന്ത്രിയാണല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്കും ഉണ്ടാകണം. ഈ 2 തോന്നലും കൂടി ഒരുമിച്ച് ചേരുമ്പോഴേ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മളുടെ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിൽ, ഇപ്പം 2 കഴിഞ്ഞ് 12 ജില്ലകളിൽ കൂടി നമ്മൾക്ക് ഈ ഒരു നടപടിയിൽ ഈ ഇൻട്രാക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരു സൗഹൃദമായ ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി, അതാണുള്ളത്. രണ്ടാമത്തെ നടപടി അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. കാരണം താഴെയുള്ള നമ്മുടെ ജനങ്ങൾ, ആ ജനവിഭാഗങ്ങൾക്ക് അവരുടെ ജീവിതമാണ് നമ്മുടെ ഫയലുകൾക്കകത്ത് കെട്ടി നമ്മൾ മുറുക്കി വെക്കുന്നത്. ആ ഫയലുകളുടെ കെട്ടഴിക്കണം. വേദനയും ദുഃഖവും പ്രയാസവും ഒക്കെ അനുഭവപ്പെടുന്ന പാവങ്ങളുടെ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളതെന്ന് ഒരിക്കൽ നമ്മളെ കൊണ്ടാവുന്ന പരിഹാര മാർഗം എല്ലാം ഇപ്പോൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും നടക്കില്ല. പക്ഷെ നമ്മളെ കൊണ്ടാവുന്നത്, നമ്മുടെ കൺമുമ്പിൽ വന്നിരിക്കുന്ന ഒരു അനീതി റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ശരി ചെയ്യുന്നതിന് വേണ്ടി നടപടിയെടുക്കണം. അതിന് 14 ജില്ലകളിലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആഭിമുഖ്യത്തിൽ നമ്മൾ അദാലത്ത് നടത്തി ഈ ഫയൽ ഡിസ്പോസൽ നടത്തുവാനും പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ തീർക്കാനും നമ്മൾ